പൊറുതിയിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു, 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 അവനാഴിലും മതിയായവൻ. നീ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് തന്നിരിക്കുന്നതാണ് സാത്താന്റെ ഈ ദൂതനെ നിന്നെ കുത്തിക്കോളാൻ. ഓ, അങ്ങനെയല്ലേ? പക്ഷെ കർത്താവേ, എനിക്ക് ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവരാമായിരുന്നല്ലോ. ശരിയാടാ, ഇതില്ലായിരുന്നെങ്കിൽ നീ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവന്നേനെ. പക്ഷേ ഇതുള്ളത് കൊണ്ടാണ് നീ ഇങ്ങ് സ്വർഗത്തിൽ വരുന്നത്. അപ്പൊ നീ ഇതില്ലെങ്കിൽ ചിലപ്പോൾ നീ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യും? അഹങ്കരിച്ച് നരകത്തിൽ പോകും. അങ്ങനെ നീ കുറച്ചുപേരെ കൂടെ കൊണ്ടുവരുന്ന സന്തോഷമാണെങ്കിലും നീ ഇങ്ങ് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ടാ ഞാൻ ഈ ശൂലം നിനക്ക് തന്നിരിക്കുന്നത്. നോക്ക്, ആഗ്രഹം എന്താണ്? ശൂലം മാറിപ്പോകണം. ആവശ്യമോ? ആവശ്യം എന്താ? കൃപ വേണമെന്നുള്ളതല്ല, ശൂലം വേണമെന്നുള്ളതാണ്. കാര്യം ശൂലമാണ് ആവശ്യം. ശൂലമില്ലെങ്കിൽ ഇവൻ പിന്മാറിപ്പോകും, അല്ലെങ്കിൽ ഇവൻ നിഗളിച്ചു പോകും. പക്ഷേ മാനുഷികമായ നിലയിൽ ശൂലത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് ക്യാൻസറിനെ തരണമേ കർത്താവേ, കർത്താവേ എനിക്ക് മൈഗ്രെയിൻ തരണമേ കർത്താവേ എന്നൊക്കെ ആരും പ്രാർത്ഥിക്കും? ആരും പ്രാർത്ഥിക്കുമോ? ഇല്ല. പക്ഷെ മൈഗ്രെയിൻ 16 പ്രാവശ്യം നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ ദൈവസന്നിധി ചെന്ന് കർത്താവെ മൈഗ്രെയിൻ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ, അതില്ലെങ്കിൽ നീ അഹങ്കരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നിടയ്ക്കും, കർത്താവേ ഈ മൈഗ്രെയിൻ തന്നതിനായി ഞാൻ കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വാഭാവികമായി മൈഗ്രെയിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ആവശ്യമെന്ന നിലയിൽ എനിക്കതിനെ വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. ദൈവം അതിനെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിച്ച് എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് പറയുന്നു. എൻ്റെ ആവശ്യം ഇതാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതേ ദൈവം കൊണ്ടു തരത്തുള്ളൂ. ഇനി ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്തിനാ മാറ്റുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളും പിടിച്ചു വെച്ച് മാറ്റി പിന്നെ ദൈവത്തിന് എന്നെ പണിയാൻ എന്താ അവസരം? എൻ്റെ എല്ലാ അസുഖങ്ങളെയും എടുത്തു കളയാനായിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവത്തിന് എങ്ങനെ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്? എൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? അതുകൊണ്ട് എന്താണ് എൻ്റെ ആവശ്യമെന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ പഠിക്കണം, അറിയണം. പൗലോസിന് പോലും 3 പ്രാവശ്യം ചെന്ന് സംസാരിച്ചിട്ടാ 3 വട്ടം അങ്ങോട്ട് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വല്ലതും കേൾക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രാർത്ഥന, അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയൊന്നുമല്ല. ആഗ്രഹങ്ങൾ പോലും പോട്ടെ, നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾ പോലും നമ്മുടെ ഈ കാലയളവിൽ ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ക്രൂസൈഡേഴ്സൊക്കെ, ക്രൂസൈഡേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് ക്രൂസൈഡ് നടത്തുന്ന പാർട്ടികളൊക്കെ വേദപുസ്തകത്തിൻ്റെ കാതലായ ഒരു സത്യം മനസ്സിലാക്കാതെ ഒരു വലിയ പാതകം ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്നാണ് മോഹിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഏത് ക്രൂസൈഡിൽ ചെന്നാലും നീ എന്തും മോഹിച്ചോളാനാ പറയുന്നത്. നിന്റെ വന്യമായ ഏത് മോഹത്തെയും നിർവഹിക്കാനായിട്ട് യേശു ഇന്ന് വന്നിട്ടുണ്ട്. മോഹിക്കരുത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ മോഹിച്ചോളാനാണ് ആര് പറയുന്നത്? ക്രൂസൈഡ് നടത്തുന്ന പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഏത് മോഹത്തെയും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിക്കാനുള്ള ഈ അഭിവാഞ്ചയുണ്ടല്ലോ, അത് ദൈവികമായ കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ബ്രദറെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ തിയറിയാണ്, പക്ഷേ ഞങ്ങൾ പിടിച്ചു വെച്ച് വാങ്ങിച്ചതാ. എൻ്റെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് തന്നെ മതിയാവും കർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ 2 വർഷം 3 വർഷം പ്രാർത്ഥിച്ചു, അങ്ങനെ എനിക്ക് കിട്ടിയതാ ബ്രദറെ. ഞങ്ങളിതൊക്കെ അനുഭവിച്ചതാണ്. നിങ്ങൾ ഈ പറയുന്ന തിയറി ഒന്നും ഇവിടെ വില പോകത്തില്ലെന്നായിരിക്കും ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്നവരും തന്നെ ചിലരുടെ മനസ്സിലെ ചിന്ത. പിടിച്ചു വെച്ച് വാങ്ങിച്ച് കിട്ടത്തില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് തരാനുള്ള കാര്യം അതിൻ്റെ സമയത്ത് കർത്താവ് തന്നു എന്നേ ഉള്ളൂ. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ല അത്. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 16 വയസ്സുള്ള എൻ്റെ ഒരു മകൻ എന്ന് വെക്കുക, അവൻ എന്നോട്
11ാം ക്ലാസ്സിൽ പഠിക്കാൻ കയറിയപ്പോൾ പറഞ്ഞു, ഡാഡി എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചതാ. ബൈക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു തന്നെയല്ല, ഇവൻ നിരന്തരമായിട്ട് എല്ലാ ദിവസവും കാണുമ്പോൾ എല്ലാം, ഡാഡി എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരണം കേട്ടോ, ഡാഡി ബൈക്ക് വാങ്ങിച്ചു തന്നല്ലേ പറ്റുള്ളൂ കേട്ടോ, ഡാഡി ബൈക്ക് വാങ്ങിച്ചു തരണം കേട്ടോ. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ എനിക്ക് സ്വൈര്യം തരാതെ എന്നോട് പ്രാർത്ഥിച്ചൊടുവി ഞാൻ 18 വയസ്സായപ്പോൾ ഇവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇവൻ നാട് നീളെ പറഞ്ഞു നടക്കുന്നത് തരത്തില്ലായിരുന്നു അങ്ങേര്. പിന്നെ ഞാൻ 2 കൊല്ലം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ചതായി ബൈക്ക്, കണ്ടോ? എന്നാൽ വാസ്തവം എന്താ? വാസ്തവം തിരിച്ചാ. ഇവന് 18 വയസ്സാകുമ്പോൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇവനൊരു അക്ഷരം പോലും പറഞ്ഞില്ലെങ്കിലും വാങ്ങിച്ചു കൊടുത്തേനെ ഞാൻ. പക്ഷെ ഇവൻ ചോദിച്ചത് ഏത് പ്രായത്തിലാ? 16 വയസ്സുള്ളപ്പം. 16 വയസ്സിൽ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുക്കന് ലൈസൻസ് എടുക്കാൻ പ്രായമായില്ല. 2, 16 വയസ്സിൽ ഇവൻ അടുത്തുള്ള സ്കൂളിലാണ് പോകുന്നത്, അവന് ബൈക്കിന്റെ ആവശ്യമില്ല. അവൻ 18 വയസ്സായപ്പോൾ 12ാം ക്ലാസ് പാസ്സായി ടൗണിലുള്ള കോളേജിൽ പോയപ്പോൾ ഞാൻ അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇതിനിടയ്ക്ക് ഇവൻ കിടന്ന് 2 വർഷമായിട്ട് അലച്ചു വിളിച്ചെന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ അവന് ഞാൻ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തതും അവന്റെ പ്രാർത്ഥനയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നേരത്തെ കാര്യങ്ങൾ ചോദിച്ച് 2 കൊല്ലം കിടന്ന് അലച്ചു വിളിക്കുമ്പോൾ നമുക്ക് കാര്യം സാധിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഞാൻ പിടിച്ചു വെച്ച് വാങ്ങിച്ചാണെന്ന്. അങ്ങനൊന്നുമല്ല. ഇല്ലെങ്കിലും അത് കിട്ടിയേനെ, സമയത്ത് കിട്ടിയേനെ. പല കാര്യങ്ങളും സമയത്തിന് മുമ്പ് നമ്മൾ ചോദിക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ, ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പം നമ്മൾ പറയുമ്പോഴത്തെ പെട്ടെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊന്നും സാധിക്കാൻ പറ്റത്തില്ലേ ബ്രദറെ? പ്രാർത്ഥിച്ച് ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പ്രാർത്ഥിച്ച് ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം നടക്കും, നമുക്ക് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് വ്യത്യാസം ഉണ്ടാകാനാണ് പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാൽ എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചേക്കാം. നമ്മളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഈ എൻ്റെ മോൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരുടെയും കാര്യത്തിലായിക്കോട്ടെ, ഞാൻ എൻ്റെ ബ്രദറിലോ, എൻ്റെ ജെസ്സിയുടെ വൈഫിൻ്റെ ഹസ്ബൻഡ്, അവർ ഒറീസായി സുവിശേഷ വരെയാണ്. അവരുടെ ആദ്യത്തെ സഭായോഗത്തിന് ഞാൻ പോയി. ഞാനും ബാബുവും മേഴ്സി, ഞങ്ങൾ 3 പേര്. 5 വർഷത്തോളം അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അവിടെ ഒന്നും വിശ്വാസികളൊന്നും വന്നില്ല. ബാബു എന്നെപ്പോലൊന്നുമല്ല, ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ 5 വർഷം പ്രാർത്ഥിച്ചിട്ടും വിശ്വാസികളൊന്നും വന്നില്ല. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 10, 150, 200 വിശ്വാസികളുള്ള വലിയൊരു സഭയുണ്ട് അവന്. അപ്പോൾ ബാബു ഒരു പ്രാവശ്യം എന്നെ കണ്ടോ പറഞ്ഞു, അച്ഛാ നമ്മളാണെങ്കിൽ എന്ത് പറയും? കണ്ടോ, 5 വർഷം നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവം ഒരു വ്യത്യാസം വരുത്തി. ആർക്ക്? ബാബു പറയുന്നത് ബാബുവിന് വ്യത്യാസം വരുത്തിയെന്നാ. കാരണം ബാബു പറഞ്ഞത് ഇതാണ്, ഞാനിവിടെ വന്നപ്പോൾ അവർ ഗൾഫിൽ 2 പേരും സുഖമായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഒറീസായി വന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിയാക്കാരോട് സ്നേഹപൂർവ്വം ഇടപെടാനൊന്നും ഇവൻ അറിയത്തില്ലായിരുന്നു. അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഇവന് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഇവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, അവരുടെ ഭാഷ അറിയത്തില്ല, അവരുടെ ജീവിത രീതികൾ ഇഷ്ടമല്ല. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന ഭക്ഷണം, അവരുടെ ഭാഷ വെള്ളം പോലെ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ തുടങ്ങി. അന്നേരം ദൈവം അവനെന്ത് ചെയ്തു? ആത്മാക്കളെ കൊടുത്തു. ഇവൻ പറഞ്ഞത്, ഞാൻ 5 വർഷത്തിന് മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്നേരം കാണും ആത്മാവിനെ തന്നായിരുന്നെങ്കിൽ അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയതിന് എൻ്റെ സ്വഭാവം കൊണ്ട്. ഏതാണെങ്കിലും ഈ 5 കൊല്ലം കൊണ്ട് ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തി ഇപ്പം എനിക്ക് ആത്മാക്കളെ തന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകാനുള്ള അനുഗ്രഹം ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു വണ്ടി എനിക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇല്ലേ? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാളുടെ ഈ വണ്ടി കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അത് ഉപയോഗിക്കാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്താണ്. എന്നാൽ ദൈവസന്നിധി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? അത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റിയിലേക്ക് ഞാൻ വളരുന്നു. അത് ദൈവ സംസർഗത്തിലാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന ദൈവ സംസർഗമാണ് എന്ന് ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. കാര്യം ദൈവികമായി കാര്യങ്ങളെ ചെയ്യാനായിട്ട് എൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ഫോർമേഷൻ ആവശ്യമാണ്. ആ ഫോർമേഷനാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൊണ്ടാണ്, അല്ലേ? പറ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം. കർത്താവേ, എനിക്ക് ഒരു വലിയ പ്രസംഗകനാകണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ,
എനിക്ക് ഒരു വലിയ ചർച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ, എനിക്ക് ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവേ, എനിക്ക് വലിയൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മളുടെ സ്വപ്നങ്ങളിൽ വലിയൊരു വീട്ടിൽ എന്താണ്, കാറുമൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറുമൊക്കെ മുന്നിലിട്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ സ്വപ്നം. തെറ്റൊന്നുമല്ല, പോയി പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ വലുത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ, നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയും, മോനെ, പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം മറ്റൊന്നാണ്. അത് ഞാൻ അറിയുന്നതാണ് പ്രാർത്ഥനയുടെ വിജയം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ കർത്താവെ എന്നെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമ്മളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവം നമ്മളോട് പറയുന്നു. നമ്മൾ ദൈവത്തോട് നമ്മുടെ ആഗ്രഹവുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു. നമ്മളത് കേൾക്കണം, കേൾക്കാൻ ചെവി കൊടുക്കണം. നമ്മൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവം എപ്പോഴും സംസാരിക്കുന്നു. പക്ഷെ ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാൻ തയ്യാറല്ല, നമ്മൾ ഇരുന്ന് കൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ പ്രാർത്ഥനയൊക്കെ വൺ വേ ട്രാഫിക് ആണ്, അല്ലേ? ഇങ്ങോട്ട് പറയുന്നത്, നമ്മൾ ഈ ടെലിഫോണൊക്കെ പണ്ട് ഉണ്ടല്ലോ, എന്താ സിംഗിൾ ലൈൻ, സിംഗിൾ സ്പീച്ച് എന്ന് പറയുമല്ലോ. എന്താണ്, അങ്ങോട്ട് മാത്രമേ നമ്മൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മൾ അപ്പുറത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ ഹലോ 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 ഇങ്ങോട്ടൊന്നും കേൾക്കത്തില്ല. ഇതേപോലെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് പോയി പറഞ്ഞേച്ച് നമ്മളിങ്ങനെ ഓടിപ്പോരുക, നമ്മൾ കേൾക്കാൻ നിൽക്കുന്നില്ല. ഈ 16 വയസ്സുള്ള ചെറുക്കൻ്റെ കാര്യം പറഞ്ഞപ്പം ചിലപ്പോൾ ആളുകൾ എന്നോട് 1-2 പേര് ചോദിച്ചു, എന്നാൽ പിന്നെ അപ്പനങ്ങ് പറയരുതായിരുന്നോ, മോനെ എടാ നിനക്കിപ്പോൾ 16 വയസ്സാണ്, നിനക്കിതിനുള്ള പ്രായമായില്ല, 2 കൊല്ലം കൂടെ കഴിയട്ടെ, ഞാൻ നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം എന്ന് അപ്പന് പറഞ്ഞാൽ പോരായിരുന്നു? പറഞ്ഞാൽ മതിയായിരുന്നു, പറയാൻ അപ്പൻ തയ്യാറുമായിരുന്നു. പക്ഷെ കേൾക്കാൻ ഇവിടെ നിന്ന് കൊടുക്കണ്ടായോ? ഇവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുന്നത് ബൈക്ക് വേണം, ബൈക്ക് വേണം, ബൈക്ക് വേണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോരുകയല്ലേ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ എന്തുവാ, നമ്മുടെ മോഹങ്ങളെല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കൂളായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രാർത്ഥന മുറിയുന്ന ഇട്ടേച്ച് പോന്നിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മളൊന്ന് തയ്യാറാകണ്ടേ? പാറമേൽ അടിസ്ഥാനം ഇടുന്നു പറയുന്ന എൻ്റെ പുസ്തകത്തിനകത്ത് ഞാനൊരു ഉദാഹരണം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ, നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഒരു ഡിവോഴ്സിൻ്റെ കേസാണ്. ഒരു സ്ത്രീ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു, കോടതിയിൽ വന്നു. കോടതിയിൽ വന്നപ്പോൾ കാരണം പറഞ്ഞിരുന്നത്, വിവാഹം കഴിച്ചിട്ട് 12 വർഷമായി ഇതുവരെ ഭർത്താവിനോട് സംസാരിച്ചിട്ടില്ല. കോടതി പറഞ്ഞു വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് 12 വർഷമായിട്ട് ഭാര്യയോട് സംസാരിക്കാത്തതോട് എന്തിനാണ് ജീവിക്കുന്നത്? ഉടനെ അപ്പൻ അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ സംസാരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നോട് അങ്ങൊന്ന് കേൾക്കണം. ഉടനെ ജഡ്ജി പറഞ്ഞു, എടോ താൻ ഒന്നും സംസാരിക്കണം, താൻ ഊമനൊന്നും അല്ലല്ലോ, താൻ എന്നോട് സംസാരിച്ചല്ലോ, എന്നിട്ടാന്നുള്ളൂ താൻ കെട്ടിയ പെണ്ണിനോട് ഇത്രയും നാളായിട്ട് സംസാരിക്കും, എന്ത് കാരണമാണല്ലോ? എന്താ? അല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ശരി, എന്ത് കാരണത്താലാ? ഉടനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഇവളോട് സംസാരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇവളൊന്ന് നിർത്തിയിട്ട് വേണ്ടായോ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ? ഇതേപോലെയാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ദൈവത്തിന് നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മളൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് പറയാൻ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല. പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മുടെ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം അഭിമുഖമായി ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിച്ചു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം ആ കൂടാരത്തിലേക്ക് ചെല്ലും. അതിൻ്റെ പേര് സമാഗമന കൂടാരം എന്നാണ്. സമാഗമന കൂടാരം ശരിക്കും മലയാളത്തിലെ വാക്ക് നല്ല പേരാണ്, ടെന്റ് ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരം, സമമായി ആഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയെ അന്വേഷിക്കുന്ന പാളയത്തിൽ നിന്ന് ഈ കൂടാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവനെ അന്വേഷിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് വരും. 2 പേരും കൂടി ഇവിടെ സമമായി ആഗമിച്ചെത്തുന്നതായ കൂടാരം. ഇതാ വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു ടെന്റ് ഓഫ് മീറ്റിംഗ് ആണ്. എന്ത്? നാം ദൈവത്തെ അന്വേഷിച്ചിരുന്നു, ദൈവം നമ്മളെ അന്വേഷിച്ചിറങ്ങി വരുന്നു, നമ്മൾ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു. അവിടെ എങ്ങനെയാണ് അവിടെ സംസാരിക്കുന്നത്? ഒരു സ്നേഹിതനോട് എന്നതുപോലെ അന്യോന്യമുള്ള സംസാരം. അതാ പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വന്യമായ മോഹങ്ങൾ നിർവഹിക്കാൻ ദൈവത്തെ പിടിച്ചു വലിച്ചിഴച്ച് ഞാൻ എന്തെങ്കിലും ദൈവത്തെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല. അത് പാടില്ല. അങ്ങനെ ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്താൽ അത് മോശമാകും. കാര്യം അത് നമുക്ക് ഏറ്റവും നല്ലത് അതല്ല. നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? ദൈവത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നതല്ലേ വലുത്. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കൊണ്ടുവരുന്നത് അല്ലല്ലോ നല്ലതാണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ വലുത്, അതോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ?
ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് ദൈവസന്നിധി പോയി ചോദിച്ചറിയുന്നതിനാണ് പ്രാർത്ഥന. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാൻ പറ്റും. ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവരാരിലും വലിയവൻ. യേശു യേശു അവരാരിലും വലിയവൻ. യേശു യേശു അവരാരിലും വലിയവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ, കൃപയരുളിയിടുമേ ബലമണിയിക്കുമേ, മറമധുരമായി മാറ്റിയിടുമേ. യേശു യേശു അവരാരിലും വലിയവൻ. യേശു യേശു അവരാരിലും മതിയായവൻ. യേശു യേശു അവരാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. യേശു യേശു അവരാരിലും വലിയവൻ. യേശു യേശു അവരാരിലും മതിയായവൻ. യേശു 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 അവരാരിലും മതിയായവൻ.